നടന്നാൽ ഭാരം കുറയുമോ? അതിന് എത്ര ദൂരം നമ്മൾ നടക്കേണ്ടി വരും? നടന്ന് നടന്ന് നമുക്കങ്ങ് ലഡാക്ക് വരെ പോകാൻ പറ്റില്ല. അപ്പോൾ ഇവിടെയുള്ള പ്രശ്നം നമ്മുടെ ശരീരത്തിൻ്റെ ഡിസൈൻ തന്നെയാണ്. ചെറിയ വേഗത്തിൽ നടക്കുന്നത് ഒരു ലോ ഇൻറ്റൻസിറ്റി എയറോബിക് എക്സസൈസ് ആണ്. പരമാവധി എനർജി നഷ്ടപ്പെടുത്താതെ ദീർഘദൂരം ദീർഘസമയം പ്രവർത്തിക്കാൻ സാധിക്കുന്ന രീതിയിലാണ് നമ്മുടെ ശരീരമുള്ളത്. മാത്രമല്ല നമ്മൾ സ്ഥിരമായി നടക്കാൻ തുടങ്ങുമ്പോൾ ആ പ്രവൃത്തിക്ക് വേണ്ടി ശരീരം കൂടുതൽ പാകമാവുകയും എനർജി ഉപയോഗം വീണ്ടും കുറയുകയും ചെയ്യും. കലോറിയുടെ കണക്ക് നോക്കുകയാണെങ്കിൽ നമ്മളൊരു അരമണിക്കൂർ നടന്നാൽ സാധാരണ പരമാവധി 150 കലോറിയൊക്കെയാണ് കത്തിപ്പോവുക. അപ്പോൾ നമ്മൾ തിരിച്ചു വന്നിട്ട് ഒരു ചായ കുടിച്ചാൽ അതിൽ തന്നെ 200 കലോറി ഉണ്ട്. എന്നാൽ ഒരു വ്യായാമവും ചെയ്യാത്തവർക്ക് ആദ്യം കുറച്ച് മാറ്റങ്ങളൊക്കെ ശരീരത്തിൽ ഉണ്ടാവാം. എന്നാൽ പിന്നീട് വലിയ മാറ്റങ്ങൾ കാണാൻ സാധിക്കുന്നതല്ല. അതുകൊണ്ട് ഭാരം കുറയ്ക്കുക എന്നുള്ള ലക്ഷ്യമുള്ളവർ ഹൈ ഇൻറ്റൻസിറ്റി ഇൻ്റർവൽ ട്രെയിനിങ്, സ്ട്രെങ്ത് ട്രെയിനിങ് എന്നിവ ചെയ്യുന്നത് അത്യാവശ്യമാണ്. അതിനോടൊപ്പം തന്നെ ഇൻ്റർമീഡിയൻറ്റ് ഫാസ്റ്റിങ്ങും ട്രൈ ചെയ്യാവുന്നതാണ്. ഇങ്ങനെയാണെങ്കിലും ഒന്നും ചെയ്യാതിരിക്കുന്നതിലും നല്ലത് നടക്കുകയെങ്കിലും ചെയ്യുന്നതാണ്. മാത്രമല്ല പ്രായമുള്ളവർക്കൊക്കെ പ്രായോഗികമായിട്ടുള്ള ഒരു